നന്ദിയോടെ സ്തോത്രം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഡെയ്സി ആന്റിക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കൃപകൾക്കായി സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന്റെ ഓരോ കാര്യങ്ങൾ ആദ്യം മുതൽ അന്ത്യം വരെയും ചെയ്യുവാൻ തന്റെ മോളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാട്ട് പാടുന്ന ലിൻഡ സജിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന തന്റെ മോൾ കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നന്നായി പാടുവാൻ ദൈവം കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാട്ടിലൂടെ ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ ദൈവം ഇട നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനുശേഷം നടക്കുന്ന മെസ്സേജിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഗ്രേസി ആന്റി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം തന്റെ മോൾ കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ഗാനങ്ങൾ എഴുതുവാനും അനേക ശുശ്രൂഷകൾ ചെയ്യുവാനൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം തന്റെ മോളെ കൊണ്ടുവന്ന വൻകൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. നല്ല വചനത്തെ കൊടുത്ത് തന്നെ ദാസിയെ ബലപ്പെടുത്തി സഹായിക്കുകയും ചെയ്യുമാറാകണേ. അത് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ ദൈവമേ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന രീതിയിലുള്ള വചനങ്ങൾ തന്ന് ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ അതുപോലെ അതിനുശേഷം നടക്കുന്ന പ്രാർത്ഥനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് തരുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാൻ ഓരോരുത്തരെ അവിടെ നൽകുകയും സഹായിക്കുകയും ചെയ്യണം. കർത്താവെ അതിനുശേഷം ക്ലോസിംഗ് പ്രേയറിന് പ്രസന്ന ആന്റി ഓർ ദൈവത്തെ സ്തുതിക്ക് തന്റെ മോളെ ദൈവം സഹായിക്കണം. ദൈവം പ്രാർത്ഥിപ്പാൻ തന്റെ മോളെ ബലപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവിടെ സന്നിധരായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണേ. നെറ്റിൻ്റെതായ യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ എല്ലാ നിലയിലും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. കർത്താവെ ഇതിലൂടെ എന്റെ കർത്താവിന്റെ നാമം ദൈവം നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക ഈ സ്തോത്രം കർത്താവിന്റെ ഇഷ്ടവുമായ യേശു ക്രിസ്തുവിന് തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്തു. അമ്മോളോട് ജിജിമോളോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് 2 പാട്ട് കേൾക്കാം. നമ്മുടെ യുവ സഹോദരി ലിൻഡ സജിൻ നമ്മുടെ മധ്യേ ഉണ്ട്. ആ 2 പാട്ടുകൾ കേട്ട് നമുക്ക് സന്തോഷിക്കാം. പാട്ടുകൾക്കായി ലിൻഡ സജിനെ ക്ഷണിച്ചുള്ളൂ. ആത്മീയ ഗീതങ്ങളിൽ ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതി. യേശു യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ, ആകുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ. ഇന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. ഇന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ എന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ എന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. നമുക്ക് ഒരു പാട്ടും കൂടെ പാടാം.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് നീയോനേ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് നീയോനേ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പാട്ടുകൾ നമുക്ക് മകളിൽ കൂടെ കേൾക്കുവാൻ ദൈവം ഇടയാക്കി. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ മോളെ ദൈവം സഹായിച്ചു. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ അനേക പാട്ടുകൾ പാടുവാൻ ദൈവം തൻ്റെ മകൾക്ക് കൃപ കൊടുക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ പാട്ട് നാം പാടി, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ്റെ കരങ്ങൾ നീട്ടി. ആകുല വേളകളിൽ ആശ്വാസം തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് നമ്മൾ ഒക്കെയും ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പാട്ട്, നന്ദിയോട് ഞാൻ സ്തുതി പാടിയിടും. ഇതൊക്കെ അനുഗ്രഹം കേൾക്കുമ്പോൾ നമുക്ക് നന്ദിയോട് ദൈവത്തിന് സ്തുതിക്കുവാനല്ലാതെ വേറെ ഒന്നും വഴിയില്ല. ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് നന്ദി പറയുവാൻ, ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടങ്ങളിലായിരിക്കാം. ദൈവം കൃപ ചെയ്യട്ടെ. അടുത്തതായിട്ട് നമുക്ക് മെസ്സേജിനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ഗ്രേസി ആൻറ്റിയെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു വിവരണം ആവശ്യമില്ല. അനേക കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പാൻഡത്ത് ഫോർ ദ ലിവിങ് വേഡിലും ആത്മമൂത്രത്തിൻ്റെ അനേക ശുശ്രൂഷകൾ ചെയ്ത് എല്ലാവരെയും അനുഗ്രഹത്തോടെ ആക്കിയിരിക്കുന്ന ഒരു സഹോദരിയാണ്. പ്രത്യേക ആൻറ്റിയുടെ മെസ്സേജുകളൊക്കെ കേട്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിലും നമുക്ക് നല്ലൊരു മെസ്സേജ് കേൾക്കുവാൻ വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം.
പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി ഗ്രേസി ആൻറ്റിയെ ആദരവോടെ ക്ഷമിച്ചുകൊള്ളുന്നു. താങ്ക് യു സിസ്റ്റർ ഡേസിയ. അത്രയും വലിയ കോംപ്ലിമെന്റ് എനിക്ക് കിട്ടുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. ദൈവനാമത്തിനെല്ലാ മഹത്വവും കൊടുക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൽ അവരെ ഇതും കൂടെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക, അവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എന്നെ പ്രാർത്ഥനയില് ഈ സമയം വായിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് നാം എന്ന് ചിന്തിക്കുന്ന ചെറുപ്പത്തിൽ മുതലേ തന്നെ നമുക്കറിയാവുന്നതാണ് ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും തമ്മിലുള്ള യുദ്ധത്തിന്റെ സംഭവം. അത് അറിയാൻ വയ്യാത്ത ഈവൻ അക്രൈസ്തവർക്ക് പോലും അത് അറിയാവുന്നതാണ്. അപ്പൊ 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ നിന്നാണ് നമുക്കുള്ള ചിന്തകൾ ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ആ ദൈവാലോചനയായിട്ട് തന്നെ നമുക്ക് കിട്ടുവാനും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ഞാൻ സംസാരിക്കുവാനും എൻ്റെ വായോടുകൂടെ ദൈവം ഇരിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ദൈവം അതിനെ സഹായിക്കട്ടെ. ഈ 17-ാം അധ്യായത്തിൽ 58 വാക്യങ്ങളുണ്ട്. അത് മുഴുക്കയും വായിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ. ഞാൻ വളരെ ചുരുക്കത്തിൽ അതൊന്ന് പറഞ്ഞാല്, ഫെലിസ്ത്യ സൈന്യം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി അവർ രണ്ടുപേരും ഒരു മലഞ്ചെരുവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സൈന്യത്തിന്റെ നടുവിൽ നിന്നും, ഫെലിസ്ത്യ സൈന്യത്തിന്റെ നടുവിൽ നിന്നും അതിമല്ലനായ, അതികായകനായ, വളരെ മസിലും ഒക്കെയുള്ള, വളരെ ശക്തനായ, വളരെ പൊക്കമുള്ള ഒരു മല്ലൻ, ഫെലിസ്ത്യ മല്ലൻ സൈന്യത്തിന്റെ നടുവിൽ നിന്നും അവൻ ഒരാളായിട്ട് മുന്നോട്ട് വന്ന് ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ മക്കളെ യുദ്ധത്തിന് ഒരാളെ വിളിക്കുകയാണ്. ആരെങ്കിലും ഒരാളെ അവനെ എതിരിട്ട് അവനെ തോൽപ്പിച്ചാൽ അവൻ പറയുന്ന നിബന്ധനകൾ, അവൻ പറയുന്ന ചട്ടങ്ങളുണ്ട്, അതനുസരിച്ച് പോകണമെന്നുള്ളതാണ്. അപ്പൊ ഗോലിയാത്ത് ജയിച്ചാല് ഇസ്രായേൽ മക്കള് ഫെലിസ്ത്യർക്ക് അടിമകളായി തീരണം. അതല്ലെങ്കിൽ അവന്റെ നിയന്ത്രണം എന്താണ്, അല്ലെങ്കിൽ കൽപ്പന എന്താണ്, അവൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? ഗോലിയാത്ത് ജയിക്കുവാണെങ്കിൽ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യർക്ക് അടിമകളായി തീരണം. അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവന് തുടരമാനം അനേക ദിവസങ്ങൾ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഭയപ്പെട്ട് ഓടിയിരിക്കുകയാണ്. ഈവൻ ശൗൽ രാജാവ് പോലും ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ ദാവീദ് ബാലൻ എത്തുന്നത്. അവന്റെ മൂത്ത 3 സഹോദരന്മാർ അവിടെ യുദ്ധക്കളത്തിലുണ്ട്. അപ്പൻ അവനെ പറഞ്ഞു വിട്ടതാണ്. അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിനും അവർക്ക് ആഹാരം കൊടുക്കുന്നതിനുമായിട്ട് അവനെ പറഞ്ഞു വിട്ടതാണ്. പക്ഷെ അവൻ അവിടെ ചെല്ലുമ്പോൾ വലിയ കോലാഹലങ്ങളും മറ്റും നടക്കുന്നു. ആരുടെയോ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവനെ കുറച്ചുകൂടെ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അവനൊരു ദൈവപൈതലായ ബാലനായിരുന്നു. ഒരു പണ്ഡിതർ പറയുന്നത് 16ഓ 19ഓ ആ വയസ്സിനിടയ്ക്കുള്ള ഒരു ബാലനാണ്. അവൻ ഇത് കേട്ടപ്പോൾ, ഈ ഫെലിസ്ത്യ മല്ലൻ ദൈവജനത്തെ ദുഷിക്കുന്നത് കേട്ടപ്പോൾ അവന് കൂടുതൽ ധൈര്യം ഉണ്ടായി. അവന് മുന്നോട്ട് പോയി ഈ ഗോലിയാത്തിനെ കീഴടക്കുന്നതും അവനെ കൊല്ലുന്നതുമായ സംഭവമാണ് ഈ 17-ാമത്തെ അധ്യായത്തിൽ 58 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ദാവീദ് വെറും ചെറിയ ഒരു ബാലന് എങ്ങനെയാണ് എല്ലാവരും ഭയപ്പെട്ട് മാറിയപ്പോൾ ഈ ദാവീദിന് എവിടുന്നാണ് ഈ ധൈര്യം കിട്ടിയത്? ഈ ഭയം എല്ലാരെയും കീഴടക്കിയിരുന്നു. എന്നാൽ ദാവീദിന് ആ ഭയത്തിൽ നിന്നും ജയിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഇന്നും ചിന്തിക്കുന്നത്, നമ്മളെ കീഴടക്കുന്ന ഭയത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ആദ്യമായിട്ട് ദാവീദിന് സംഭവിച്ച എന്താണ്? ദാവീദിന് ദൈവത്തിന്റെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവൻ ആ പ്രശ്നത്തെ അല്ല കണ്ടത്. അവൻ പ്രശ്നത്തെ കാര്യമായിട്ടും വലിയ ഒരു തടസ്സമായിട്ടും എടുത്തില്ല. ആ പ്രശ്നത്തെ, ആ ഒരു സന്ദർഭത്തെ അവൻ അത് അവസരമാക്കി ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ ആ വലിയ മലനെ കണ്ടപ്പോൾ അത് യാതൊരു വിധത്തിലും ഒരു വലിയ മനുഷ്യനെ അവന് മിസ് ചെയ്യാൻ സാധ്യതയില്ല. തീരെ ചെറിയ മനുഷ്യനായിരുന്നെങ്കിൽ കണ്ടുപിടിക്കാനും ഫോക്കസ് ചെയ്യാനും ഒക്കെ പ്രയാസമാണ്. ഈ വലിയൊരു മലനെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. ഒരിക്കലും എനിക്ക് അവനെ മിസ് ചെയ്യത്തില്ല. അവന് വളരെ ധൈര്യമായിട്ട് ആ കിട്ടിയ സന്ദർഭം അവനത് അവസരമായിട്ട് ഉപയോഗിച്ചു. രണ്ടാമത് അവൻ ചെയ്തത് എന്താണ്? അവന് ദൈവഭയം ഉണ്ടായിരുന്നു.
അവൻ പൂർണ്ണമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് അങ്ങനെ ഉണ്ടായ ബഹുമാനത്തോടു കൂടിയുള്ള ദൈവഭയം അവനുണ്ടായിരുന്നു. ഈ ദൈവമക്കളെ ദുഷിച്ച ഈ ഫെലിസ്ത്യൻ, ദൈവമക്കളെ ദുഷിക്കുന്നവർ ദൈവത്തെ ദുഷിക്കുകയാണ്. ആ ദൈവഭയത്തിൽ അവൻ മുന്നോട്ട് പോവുകയാണ്. 1 ജോൺ 4:18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അവന് ശത്രുവിനെ ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടായില്ല. അടുത്ത് നമ്മൾ കാണുന്ന ദാവീദ് ശത്രുവിനെ കീഴടക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ദൈവഭയമുണ്ട്, ദൈവത്തിന്റെ കാഴ്ചപ്പാടുണ്ട് എന്നും പറഞ്ഞ് അവിടെ ഇരുന്നില്ല. ശത്രുവിനെ കീഴടക്കണമെന്നുള്ള ദൃഢനിശ്ചയം അവൻ ചെയ്തു. ശത്രു നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കി അവന്റെ കീഴിലെ തോറ്റ അടിമകളായിട്ട് ഞാനും ദൈവമക്കൾ ഒരിക്കലും ആകത്തില്ല എന്നുള്ള ദൃഢനിശ്ചയം അവന്റെ ആ ചെറിയ ബാലന്റെ ഹൃദയത്തിൽ അവനുണ്ടായി. അതെന്താണ്? അവന് പൂർണ്ണമായുള്ള ദൈവസ്നേഹവും ദൈവഭയവും ദൈവത്തിന്റെ കാഴ്ചപ്പാടും അവനുണ്ടായിരുന്നു. അത് 10 വാക്യത്തിലാണ് വായിക്കുന്നത്. അടിമയായി തീരുവാന് ആണ് ഫെലിസ്ത്യൻ ആഗ്രഹിച്ച ദാവീദ് അതിനെ സമ്മതിച്ചില്ല. അടുത്ത നമ്മൾ ചിന്തിക്കേണ്ടത് ദാവീദ് 45 വാക്യത്തിൽ വായിക്കുന്നത്, ദാവീദ് എങ്ങനെയാണ് ഈ മല്ലിനെ ഏറ്റുമുട്ടുന്നത്? സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് അവനെ നേരിടാൻ ചെല്ലുന്നത്. വേറൊന്നും അവൻ ആയുധമായിട്ടില്ല. തന്മൂലം എന്ത് കിട്ടി? അവന് ധൈര്യവും ബലവും കിട്ടി. ഗോലിയാത്ത് എങ്ങനെ മുന്നോട്ട് വന്ന? അവന്റെ സ്വന്തം ബലവും അവന്റെ ശാരീരിക ബലവും അവൻ മുഴുവനും അവനെ യുദ്ധത്തിന്റെ സർവ്വ ഉപകരണങ്ങളും വെച്ച് അവനെ അങ്ങ് മൂടിയിരിക്കുകയാണ്. അവൻ ഒന്നാമതേ വലിയൊരു മനുഷ്യനാണ്. അത് കൂടാതെ എല്ലാ യുദ്ധോപകരണങ്ങളും അവൻ ധരിച്ചിട്ടുണ്ട്. അതിൽ ആശ്രയിച്ചാണ് ഗോലിയാത്ത് മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ ബാലനായ ദാവീദോ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അടുത്തത്, അങ്ങനെ പോകുവാൻ ദാവീദിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? ദാവീദിന് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ നാമത്തിൽ മുന്നോട്ട് പോകാൻ, ദൈവത്തെ ഭയം ഉണ്ടാകാൻ, ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഇതെല്ലാം ഉണ്ടാകാൻ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദാവീദിന് അവന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ അത് അവന്റെ ഓർമ്മയിൽ വന്നു. നമ്മളിവിടെ വായിക്കുന്നുണ്ട്, ദാവീദ് ശൗൽ രാജാവ് അവനെ ക്വസ്റ്റ്യൻ ചെയ്തു, നീ ബാലന, നിനക്ക് ഗോലിയാത്തിനെ തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ദാവീദ് എന്താണ് പറയുന്നത്? ഞാൻ പണ്ട് ഒരു സിംഹത്തെയും ഒരു കരടിയെയും തനിയെ എതിരിട്ട് കൊന്ന് അതിന്റെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചവനാണ്. ആ ദൈവമാണ് എന്നോടുള്ളത്. ആ ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തെ ഭയപ്പെട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് അത് സാധിക്കുമെന്ന് ശൗലിനോട് ധൈര്യമായിട്ട് പറയുകയാണ്. യഹോവ നല്ലവനെന്ന് അവൻ രുചിച്ചറിഞ്ഞവനാണ്. സങ്കീർത്തനം 34:8 നമ്മൾ വായിക്കുന്നുണ്ട്. വിടുതലിന്റെ ദൈവമാണ് യഹോവ എന്ന് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത്, ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഉറച്ചു വിശ്വസിച്ചു. ദാവീദ് പടക്കളത്തിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തപ്പോൾ ശൗൽ രാജാവ് എന്താണ് ചെയ്തത്? ദാവീദിനെ പടയങ്കിയും താമ്ര ശിരസ്ത്രവും കവചം വാള് ഇതെല്ലാം അവനെ ധരിപ്പിച്ചു. ശൗലിന്റെ ആശ്രയം അതിനകത്തായിരുന്നു. ദാവീദ് ഇതൊക്കെ ഇട്ടപ്പോൾ ദാവീദിന് നടക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവൻ ഈ പരിശീലനം ഇല്ലായിരുന്നു. ദാവീദിന് ഈ ലോകത്തിന്റെ ബലത്തിലോ ആയുധങ്ങളിലോ അവൻ ആശ്രയിച്ചില്ല. അവൻ അതൊരു ഹാബിറ്റ് അല്ലായിരുന്നു, അത് അവന് ശീലിച്ചിട്ടില്ലായിരുന്നു. അവൻ ദൈവഭേദലായിരുന്നു. അവന് ദൈവത്തിൽ മാത്രം, സൈന്യങ്ങളുടെ യഹോവയിൽ മാത്രം ആശ്രയിച്ചും പൂർണ്ണമായിട്ട് ഉറച്ചും ദൈവഭയത്തിലുമാണ് അവൻ മുന്നോട്ട് പോയത്. അതുകൊണ്ട് അവൻ മനുഷ്യനാണ്, അവന് ഭയമുണ്ട്. എന്നാൽ ആ ഭയത്തെ അവന് കീഴടക്കുവാൻ സാധിച്ചു. അങ്ങനെയാണ് അവന് മുന്നോട്ട് പോകാൻ ഇടയായത്. 46 വാക്യത്തിൽ അവന്റെ ഉറച്ച വിശ്വാസം നമ്മൾ കാണുന്നു. അവൻ ഫെലിസ്ത്യ മല്ലനെ മുഖാമുഖം എതിരിട്ട് എന്താണ് പറയുന്നത്? യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അതിന്റെ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. യഹോവ ഇന്ന് നിന്നെ എൻ്റെ
കയ്യിൽ ഏൽപ്പിക്കുക. എന്തൊരു ഉറച്ച വിശ്വാസമാണ് ദൈവപൈതലിന്റെ ഉറച്ച വിശ്വാസം, ഭയത്തെ കീഴടക്കുന്ന വിശ്വാസമാണ്. ഈ 47-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദാവീദ് ഫെലിസ്ത്യ മല്ലനോട് പറയുവാണ്, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഭയത്തെ കീഴടക്കുന്ന വലിയൊരു ശക്തിയാണ് യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളത്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന ദാവീദ് അവന്റെ കയ്യിലുണ്ടായിരുന്നതാണ് അവൻ ഉപയോഗിച്ചത്. ശൗലിന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അവനെ കൊടുത്തു. അതൊന്നും ദാവീദിന് വേണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു, 40-ാമത്തെ വാക്യത്തിലുണ്ട്. 5 മിനുസമുള്ള കല്ലുണ്ടായിരുന്നു, കവണയുണ്ടായിരുന്നു. അവന് ദൈവം കൊടുത്തത് അവനത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. രാജാവിന്റെ ഈ ലോകത്തിന്റെ ബലത്തിലോ ആയുധത്തിലോ ഒന്നും ദാവീദ് ആശ്രയിച്ചില്ല. സങ്കീർത്തനം 20:7-ലും 118:8-ലും ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യരിലോ മനുഷ്യ ബലത്തിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലത്. ദാവീദിന് ഈ സത്യം അറിയായിരുന്നു, അവനത് ഹൃദയത്തിൽ കരുതിയിരുന്നു. സന്ദർഭം കിട്ടിയപ്പോൾ അത് അവന് കിട്ടിയ അവസരമായിട്ട് അവനിത് ഉപയോഗിച്ചു. അടുത്തായിട്ട് നമ്മൾ കാണുന്നത്, ദാവീദിന് ഇതെല്ലാം അറിയാമായിരുന്നു, എന്നാൽ അവന് അതും കൊണ്ട് അവിടെ ഇരുന്നില്ല. അവൻ എന്ത് ചെയ്തു? അവൻ ധൈര്യമായിട്ട് മുന്നോട്ട് ഓടി നീങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. 48-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ട് അടുത്തപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ഈ റാൻ ക്വിക്ലി എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ഈ ദൈവഭയവും ദൈവസ്നേഹവും ധൈര്യവും വിശ്വാസം എല്ലാം കൊണ്ട് അവൻ അവിടെ നിന്നില്ല, അവന് ആക്ഷൻ എടുത്തു. അങ്ങനെയാണ് അവന് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ദാവീദ് ബാലൻ ബുദ്ധിയോടെ മുന്നോട്ട് നീങ്ങി. എല്ലാവരും പേടിച്ച് തളർന്നിരിക്കുമ്പോൾ, ഒന്നും ചെയ്യാൻ വയ്യാതെ കഴിയാതെ മാനസികമായിട്ടും തളർന്നിരിക്കുമ്പോൾ, ശാരീരികമായിട്ടും തളർന്നിരിക്കുമ്പോൾ ദാവീദിന് കിട്ടിയ ധൈര്യം ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ ബലത്തിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. ഈ ബാലൻ ഒരു ബലവുമില്ല, ദൈവത്തിന്റെ ബലത്തിലും ദൈവം കൊടുത്ത ധൈര്യത്തിലുമാണ് പോകുന്നത്. ഓരോ പ്രാവശ്യവും ശത്രു മുമ്പോട്ട് നിന്നപ്പോൾ പല ദിവസം വെല്ലുവിളിച്ചുകൊണ്ട് അവൻ വരികയാണ്. എന്നാൽ ദാവീദ് അവനെ ഏറ്റുമുട്ടുമ്പോൾ, ശത്രു മുന്നോട്ട് അവനടുത്തോട്ട് വരുമ്പോൾ ഇവൻ പുറകോട്ട് പോകാമല്ലോ, അവൻ മുന്നോട്ട് നീങ്ങി. അവനെ ശപിച്ച ഈ ഫെലിസ്ത്യമലനെ, ദൈവമക്കളെ ശപിച്ച ഈ ഫെലിസ്ത്യമലനെ ദാവീദ് മുന്നോട്ട് വളരെ ധൈര്യമായിട്ട് ഓടി നീങ്ങി അവനെ എതിരിട്ടു എന്നാണ്. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ഇതിന്റെ എല്ലാം പിന്നിലെ ദാവീദിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തിന്റെ മഹത്വം. സകലരുടെയും മുമ്പാകെ യഹോവയായ ദൈവം വലിയവനാണ് എന്നുള്ളത് വിളങ്ങണം എന്നുള്ളതായിരുന്നു. 46-47 വാക്യത്തിൽ കാണുന്ന, ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും ഇതുമൂലം അറിയും. യഹോവ നിന്നെ എന്നെ കയ്യിൽ ഏൽപ്പിക്കും. അതിന്റെ ഫലമായിട്ട് എനിക്കല്ല ക്രെഡിറ്റ് കിട്ടുന്നത്, എനിക്കൊന്നും വേണ്ട. ഇസ്രായേലിൽ ഒരു ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയിക്കും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമൊക്കെയും അറിയുവാൻ ഇടവരും. ദൈവത്തിന്റെ മഹത്വം, അതായിരുന്നു അവന്റെ ലക്ഷ്യം. ദൈവമക്കളെ ദുഷിക്കുന്നവരുടെയും ദൈവമക്കളെ ശപിക്കുന്നവരുടെയും അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് അവന് ഇതിൽ കൂടെ കാണിക്കുവാൻ പോവുകയാണ്. ദൈവനാമം ഇതിൽ കൂടി മഹിമപ്പെടുകയാണ്. എന്താണ് അവന് അവസാനം സംഭവിച്ചത്? ദാവീദ് അവന്റെ കവിണയും കല്ലും കൊണ്ട് ശത്രുവിനെ വളരെ കറക്റ്റായിട്ട് അവന്റെ നെറ്റിയിൽ തന്നെ ആ കല്ല് പതിഞ്ഞ് ഗോലിയാത്ത് എന്ന മല്ലൻ ശത്രു കവിണ്ണു വീണു. അവൻ പിന്നെ എന്ത് കൊടുത്തു? ആ ബാലന് വളരെ ഈസി ആയിട്ട് അവന്റെ ഈ മല്ലന്റെ മുകളിൽ ചാടി കയറി നിന്ന് ആ മല്ലന്റെ ശരീരത്തിൽ നിന്നും ആ ഫെലിസ്ത്യൻ മല്ലന്റെ ഗോലിയാത്തിന്റെ വാൾ ഊരി അവന്റെ തല വെട്ടി. അതോടെ ശത്രുവിനെ അവന് എന്നേക്കുമായിട്ട് നീക്കിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, എന്തോ ഒരു ധൈര്യമാണ്! ദൈവമക്കളുടെ യുദ്ധം ഇതുപോലുള്ള യുദ്ധമല്ല, ഇതിലും ഭയങ്കരമായ യുദ്ധമാണ്. നമ്മളുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല എന്ന് നമ്മൾ എഫീസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 6:12. അനുദിനം നമ്മൾ സാത്താനുമായിട്ടുള്ള പോരാട്ടത്തിലാണ്. ഗോലിയാത്തിനെ പോലെ സാത്താനും ഓരോ ദിവസവും അനേക ദിവസങ്ങളും വർഷങ്ങളുമായിട്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നുണ്ട്. നമ്മൾ ആ ഭയത്തിന് കീഴ്പ്പെട്ടാണോ കഴിയുന്നത്?
ഉള്ളിൽ നമുക്ക് ഭയം ഉളവാക്കുക. ഇവൻ വന്നതുപോലെ ഒരാളെയാണ് അവൻ പിടിക്കുന്നത്, എന്നിട്ട് നമ്മുടെ ഹോൾ ഫാമിലി, സൊസൈറ്റി എല്ലാരെയും കിട്ടും. നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പല ദിവസങ്ങളായിട്ട് കൊണ്ടുവന്ന് നമ്മളത് കീഴടക്കിയില്ലെങ്കിൽ ആ ഭയം നമ്മളെ കീഴടക്കും, ശത്രു നമ്മളെ ജയിക്കും. എഫീസ്യ ലേഖനം 6:11 നമ്മൾ എന്താണ് വായിക്കുന്നത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പേൻ. ഈ ഭയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിജയം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി റെസ്പോണ്ട് ടു ദ ഫിയർ ദാറ്റ് കംസ് ഫ്രം സൈറ്റൻ. 2 തിമോത്തി 1:7 നമ്മൾ വായിക്കുന്നത് എന്താണ്? നമ്മളെ എൻകറേജ് ചെയ്യുന്നതാണ്, നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നമുക്ക് തന്നിരിക്കുന്നത്, ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. എന്നാൽ ദൈവത്തിന് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുവാനോ നമ്മളെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിക്കുവാനോ നമ്മുടെ ഇങ്ങനെയുള്ള ഭയം, ഈ വളർന്നു വരുന്ന ഭയം, നമ്മളെ കീഴടക്കുന്ന ഭയം ഒരു തടസ്സമായി തീരും. ദൈവത്തിന് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുവാനോ നമ്മളെ കൊണ്ട് വൻകാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാനോ സാധിക്കാതെ നമ്മുടെ ഭയം ഒരു തടസ്സമായിട്ടിരിക്കും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും തീരും. ഭയം ഒരു തടസ്സമായി തീരും. യാക്കോബിന്റെ ലേഖനം 4:7 വായിക്കുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, എന്നാൽ അവൻ നിങ്ങളെ ഓടിപ്പോകും. നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ, സാത്താന്റെ ഈ വെല്ലുവിളി പേടിച്ച്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കത്തില്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം നശിച്ചു പോകും, നമ്മുടെ കുടുംബം നശിച്ചു പോകും, നമ്മുടെ മാരേജ് ശരിയാകത്തില്ല, നമുക്ക് ജോലി കിട്ടത്തില്ല, നമുക്ക് കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കത്തില്ല, കുഞ്ഞുങ്ങൾക്ക് മക്കളുണ്ടാകത്തില്ല, ഇതെല്ലാം പറഞ്ഞ് ഓരോ ദിവസവും പതുക്കെ പേടിപ്പിച്ച് നമ്മുടെ ഈ ഭയം അങ്ങ് വളരും. പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും ഒരു പ്രയോജനം ഇല്ലാതാകും. നമ്മൾ അതിന് സാധ്യത ഇട കൊടുക്കരുത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭയം ഒരാവശ്യമാണ്. ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഭയം വേണം. ഭയമില്ലെങ്കിൽ നമുക്ക് ധൈര്യത്തിന്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഈ ഭയത്തിന് നമ്മൾ ഒരിക്കലും കീഴ്പ്പെട്ടു പോകരുത്. വളർന്നു വരുന്ന ഭയങ്ങൾ നമുക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ദോഷം ചെയ്യും അത് മനസ്സിലാക്കണം നമ്മൾ. അത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വളർന്നു വരുന്ന ഭയം, അതിന് നമ്മൾ അടിമയാണെങ്കിൽ അതൊരു വലിയ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ ഈ ഭയത്തിന് അടിമകളായി നമുക്ക് ആ ബോധമില്ലാതെ നമ്മൾ കഴിയും. ഈ ഭയം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ഇത് സാത്താനിൽ നിന്നാണ് ഈ ഭയം വരുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൂടാതെ നമ്മൾ ഇതിനെ ഉന്മൂലനാശം ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കണം. എന്തെല്ലാം ദോഷങ്ങളാണ് ഈ ഭയം ചെയ്യുന്നത്? ഈ ഭയം നമ്മളെ പുറകോട്ട് വലിക്കും. ഇസ്രായേൽ മക്കൾ എല്ലാവരും പേടിച്ചോടി പുറകോട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ ഭയം നമ്മളെ തുടരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. കൂടാതെ ഈ ഭയം നമ്മളെ അധൈര്യപ്പെടുത്തും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഭയം വരുമ്പോൾ, സാത്താനിൽ നിന്നുള്ള ഭയം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ദൈവമക്കളാണ്. ഈ ലോകത്തിനുള്ളതിനെ നമ്മൾ ഭയപ്പെട്ട് ഭീതിയിൽ കഴിയരുത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകക്കാർ ഭയക്കുന്നതിനെ നമ്മൾ ഭയക്കരുത്, അതുപോലെ ലോകക്കാർ ഭയക്കുന്ന പോലെ നമ്മൾ ഭയക്കരുത്. അങ്ങനെ വേണം ദാവീദിനെ പോലെ നമുക്ക് ജീവിക്കാൻ. ഇതെല്ലാം സാത്താന്റെ തന്ത്രങ്ങളാണ്. ദാവീദിനെ പോലെ നമുക്ക് സാത്താനെ തോൽപ്പിക്കാൻ സാധിക്കും. നമ്മുടെ പാട്ടുകാരൻ പറയുന്നുണ്ട്, യേശു സന്നിധി എന്തോ ഒരു സമാധാനം. കർത്താവിന്റെ സന്നിധിയിലാണ് ഇതിനൊരു പരിഹാരം ഉള്ളത്. എബ്രായ ലേഖനം 4:16 വായിക്കുന്നു, ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയല്ല. സാത്താൻ വെല്ലുവിളിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ധൈര്യത്തോടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സാത്താന്റെ വെല്ലുവിളി നമുക്ക് ജയിക്കാം. അങ്ങനെ നമുക്ക് ധൈര്യവും ബലവും ലഭിക്കും. ദൈവവചനം തുടരെ ധ്യാനിച്ച് ഇരുവായത്തിലുള്ള വാൾ നമ്മുടെ കൈവശമാക്കാം. അങ്ങനെയാണ് നമുക്ക് ഈ ഭയത്തെ കീഴടക്കാൻ സാധിക്കുന്നത്. ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫിയർ ഷുഡ് ഫ്യൂവൽ അവർ പ്രെയർ ലൈഫ് എന്ന് പറഞ്ഞാൽ, നമ്മളിലെ ഭയം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളർന്ന് എരിഞ്ഞ് ശോഭിക്കുവാൻ അത് ഇടയാക്കണം. നമ്മളിലെ ഭയം നമ്മളെ കീഴ്പ്പെടുത്തരുത്, എന്നാൽ ആ ഭയം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എരിഞ്ഞ് ശോഭിക്കുവാൻ വേണ്ടി ചിലപ്പോൾ ദൈവം ഇതൊക്കെ അനുവദിക്കും. നമ്മളെ തളർന്നു പോകാതെ
പ്രാർത്ഥന ജീവിതത്തിൽ എരിവുള്ളവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകണം. ദാവീദിനെ പോലെ, ആ ചെറിയ ബാലനെ പോലെ ശാരീരികമായി ബലമുള്ളവരല്ല നമ്മൾ മാനസികമായും തളരും. എന്നാൽ നമ്മൾ ആത്മീയമായിട്ട് പുതുക്കമുള്ളവരായിട്ട്, ശക്തിയുള്ളവരായിട്ട്, കഴുകനെ പോലെ ശക്തി പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. ദാവീദിന്റെ ഭക്തിയും പ്രവൃത്തിയും നമുക്കും അനുകരിക്കാം. പ്രാർത്ഥനയോടെ ശത്രുവിനെ ജയിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന്റെ കാഴ്ചപ്പാടുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ദൈവ ഭയം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ നാമത്തിൽ സാത്താനെ ജയിക്കാൻ നമുക്ക് ഇടയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവുമായിട്ട് നമുക്ക് ദിവസവും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഴിഞ്ഞകാല അനുഗ്രഹങ്ങൾ എന്തുമാത്രം വിടുതലും കരുതലും അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് ബലം ലഭിക്കും. ഈ ഓരോ ദിവസവും വരുന്ന പ്രശ്നങ്ങളും ഭയങ്ങളും കാണുമ്പോൾ അതിൽ നമ്മൾ അടിമപ്പെടാതെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള നന്മകൾ ഓർത്ത് നമുക്ക് ബലം പ്രാപിക്കാൻ കഴിയും. പിന്നെ നമുക്ക് ദൈവത്തിൽ നമുക്ക് അങ്ങനെ ഉറച്ച വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിനെയും ലോകത്തിനുള്ളതിനെയും ആശ്രയിപ്പാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് ജാഗരിക്കാം. ഇരുവായത്തിലുള്ള വാൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കാം. അത് തക്ക സമയത്ത് ഉപയോഗിക്കാനുള്ള ധൈര്യവും ബലവും ബുദ്ധിയും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലും ഉപരി സാത്താനെ ജയിച്ച് നമ്മൾ കഴിയുമ്പോൾ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഫേസ്യ ലേഖനം 6:10-18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. ഈ ശത്രുവിനെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച ഈ മെസ്സേജ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നതാണ്. എഫേസ്യ ലേഖനം 6:10-18 വരെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശരസ്ത്രവും ദൈവജന എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. പിന്നെ എന്താണ് പറയുന്നത്? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പിൻ. നമുക്ക് ഇങ്ങനെ ഭയം വരുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, ഇങ്ങനെ ഭയത്തിൽ കഴിയുന്ന അനേക വിശ്വാസികളുണ്ട്. വിശ്വാസികളുണ്ട്. നമ്മളെല്ലാവരെയും നമ്മൾ ഈ ഭയത്തിന് അടിമകളായി പോകാതിരിക്കാൻ തന്നെ നമുക്ക് എല്ലാവരെയും പ്രാർത്ഥനയിൽ വഹിക്കാം. ഈ ആലോചനയാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.